ആവു അങ്ങനെ എത്തി. അല്ല ജേഡൻ അവിടെ? ആ, അവൻ ടോയ്ലറ്റിൽ പോയതാ, ഇപ്പം വരും. അല്ലടാ, നമ്മളെ ആരാ പിക്കപ്പ് ചെയ്യാൻ വരുന്നേ? ക്രിസ്റ്റിയാണെന്നാ പറഞ്ഞേ. ആ, ക്രിസ്റ്റിയാണോ? ആ, എന്തായാലും അവനെ കണ്ടിട്ട് കുറേ നാളായല്ലോ, ഇന്നിപ്പോൾ കാണാമല്ലോ എന്തായാലും. ഗായ്സ്, ഇവിടെ പോവല്ലേ, കമോൺ. എടാ പുസ്തകപ്പുഴു. പുസ്തകപ്പുഴു നിന്റെ വേണ്ട, അത് താങ്ങാനുള്ള ശേഷി എനിക്കിപ്പല്ല. എടാ സുഖല്ലടാ നിനക്ക്? കുറച്ചും കൂടി മസിലൊക്കെ വന്നല്ലോ. ഇതുവരെ പരമസുഖമായിരുന്നു, ഇപ്പം മുതലില്ല. അത് ഞങ്ങൾക്കിട്ട് വെച്ചതാണല്ലോ. ആണല്ലോ അല്ല, ആണ്. എന്തിനാടാ തെണ്ടികളെ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തേ, മനുഷ്യൻ്റെ സ്വസ്ഥത കളയാൻ? ഓ, ഇപ്പൊക്കെ മനസ്സിലായി. ഞങ്ങളെ ഇഷ്ടത്തിന് വന്നതല്ല, ജെയ്ഡൻ്റെ മമ്മി വിളിച്ചിട്ടാ. ആരെ? അവനെ. വേറെ ആരെയാ? അതിന് നിങ്ങളെന്തിനാടാ വരണേ? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് പോയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അവനെ വിളിച്ചാൽ ഞങ്ങളെ വിളിച്ച പോലെയാണ്. പിന്നെ ഈ പ്രാവശ്യം യു ക്യാൻ ട്രസ്റ്റ് അസ്. എടാ, നീ വിചാരിക്കുന്ന പോലെയല്ല, ഞങ്ങൾ നന്നായി. ഓ, ഇത് ഞാൻ മുമ്പേ കേട്ടതാ. അല്ല, എന്നിട്ട് ആ തിണ്ടി അവിടെ? ഓ, അവനൊന്ന് ടോയ്ലറ്റിൽ പോയതാ. ഓ, അല്ലെങ്കിൽ അവന് ടൈമിംഗ് ഇല്ല. നിങ്ങളെ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് പണിക്ക് പോവാൻ. ആ, ഇനി അവനെ പറഞ്ഞ് പ്രാകണ്ട, ദേ അവൻ വരുന്നു. ഓ, അവനെ നടത്താൻ കണ്ടാ പറയൂ അവൻ ടോയ്ലറ്റിൽ നിന്നാണ് വരുന്നതെന്ന്. ആ, അവൻ കേൾക്കണ്ട. എടാ കോഴിക്കുഞ്ഞ, ഒന്ന് വേഗം വാടാ. എടാ ക്രിസ്റ്റി. ഓ, അങ്ങോട്ട് മാറിക്ക്. അതൊക്കെ പിന്നെ എല്ലാവരും ലഗേജൊക്കെ എടുത്ത് വന്നേ, എനിക്ക് സമയമില്ല. ആ, വരിക. അപ്പോൾ സ്റ്റുഡൻസ്, അറിയാലോ, നാളെ മുതൽ സ്റ്റഡി ലീവ് തുടങ്ങുക. പഠിച്ചോളണമൊക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും തോന്നുകയാണെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. പിന്നെ ശ്യാമേ, ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് കീറിപ്പോണം. 2 കൊല്ലമായി നിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്. നല്ലോണം പഠിച്ചോ. അപ്പോൾ ഇനി നമ്മൾ കണ്ടോളണമെന്നില്ല. ചിലപ്പോൾ എക്സാമിനിടെ ഞാൻ ഇവിടെ ഉണ്ടാകും, ബട്ട് കാണണമെന്നില്ല. സോ എല്ലാവർക്കും എൻ്റെ വക ഓൾ ദ ബെസ്റ്റ്. സാറേ, ഈ പ്രാവശ്യം സാറ് നോക്കിക്കോ, ഞാൻ എന്തായാലും കയറിപ്പോകും. ആ, കണ്ടാൽ മതിയേനി. സാറേ, ഇനി സാറിന് ഞങ്ങളെ കാണാൻ തോന്നുമ്പോൾ സാറ് കോൾ ചെയ്താൽ മതി, ഞങ്ങളിവിടെ ഓടിയെത്തൂലേ. മോളെ ദിയേ, ആ അരി ഇവിടെ വേവൂല. അല്ല സാറേ, സാർ കല്യാണമൊന്നും കഴിക്കുന്നില്ലേ? നിങ്ങളെന്നെ കെട്ടിക്കാൻ വല്ല കൊട്ടേഷൻ എടുത്ത് വന്നതാണോ? അതല്ല സാറേ, സാറെ കല്യാണത്തിന് ഞാൻ ഫുഡ് അടിക്കാൻ വേണ്ടതാ, വേഗം കഴിച്ചോളണം. ഓ, ആ കാര്യം ഒരിക്കലും മറക്കരുത് കേട്ടോ. പഠിച്ചില്ലെങ്കിലും തിന്നണ കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. സാറേ, കല്യാണത്തിന് വിളിക്കണേ. ഓ, പിന്നെന്താ, എന്തിനാ കല്യാണം ആക്കുന്നത്? എൻ്റെ കുട്ടീനെ മാമോദിസ വരെ കഴിഞ്ഞിട്ടേ ഞാൻ നിങ്ങളെ വിടുള്ളൂ, പോരെ? ആ, ഇനി ഒരു അരമണിക്കൂറും കൂടി ഇല്ലേ. നിങ്ങളെ ഇഷ്ടം എന്താ വെച്ച് ചെയ്തു. ആ സാറേ, ഞങ്ങൾക്കൊന്നും പറയാനും ചെയ്യാനൊന്നുമില്ല. സാറ് വാ, നമുക്കിങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരിക്കാം. നിങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടിരിക്കാം. എടി, സാറെന്തൊരു സ്വീറ്റാലേ. പഠിപ്പിക്കുമ്പോൾ മാത്രമുള്ള ചൂടേ ഉള്ളൂ, ആളൊരു പാവാ. യാ, ഈസ് എ ജെന്റിൽമാൻ. എടി, ഞാനും സാറും നല്ല ചർച്ചയാണോ? ആടി, നല്ല ചർച്ചയാ. പിന്നെ നീ ആവുമ്പോൾ കുഴപ്പമില്ല, സെയിം റിലീജിയനും കൂടി ആവുമ്പോൾ ഒക്കെ സെറ്റായില്ലേ. പോവാടുന്ന്, എനിക്ക് നാണൊക്കെ വരുന്നു. ശവങ്ങൾ, വേറെ ആരും കിട്ടിയില്ലേ? അവൾക്ക് നാണം വരണം പോലും. അവർ പറഞ്ഞോട്ടടി, അതിന് നിനക്കെന്താ? ഓ, എനിക്കൊന്നുമില്ല. അല്ല, പാവങ്ങൾ സ്വപ്നം കണ്ടോട്ടെ, അതൊന്നും എന്തായാലും നടക്കാൻ പോണില്ല. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണേ? ഇത് എന്ത് തരം കുശുമ്പാ? ഇത് കുശുമ്പൊന്നല്ല, അങ്ങേക്ക് കുറച്ചൊക്കെ ബുദ്ധി ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിലവാരം. ആ, ബെസ്റ്റ്. ആ, അരുണ് സാറെ വെറുതെ വിടണില്ലല്ലോടി. സാറേ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓ, എൻ്റെ വീട്ടിൽ മമ്മി ഉണ്ട്, പപ്പ ഉണ്ട്, ആൻഡ് ബ്രദർ ആൻഡ് സിസ്റ്റർ. ഓ, സാറിന് ബ്രദറും സിസ്റ്ററൊക്കെ ഉണ്ടോ? അതെന്താ, എനിക്കുണ്ടായിക്കൂടെ? സാറേ, അല്ല സാറേ, സിസ്റ്റർ എന്താ പഠിക്കണേ? മോനെ നിവേദി, ആ വൈക്ക് അധികം പോണ്ട, അവൾ എൻ്റെ പ്രായ, ഞങ്ങൾ ട്വിൻസാ. യു മീൻ ഇരട്ടകൾ? എടി പൂച്ച, സാറിന് ബ്രദറും ഉണ്ടോ? ആ, ഉണ്ട്, ബട്ട് ആളിവിടെ ഇല്ല. പിന്നെ എവിടെയാ? ആ, എവിടെയാന്ന് എനിക്കറിയില്ല, ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാ. ഓ, അല്ല, നീ എങ്ങനെ ചെറുപ്പത്തിൽ കാണാനാ? അയ്യോ, അത് പിന്നല്ലടി, എൻ്റെ അച്ഛൻ അവരെ ഫാമിലി ഡോക്ടറാ, അപ്പം അങ്ങനെ എനിക്കറിയാം. ഓ ഓ, എന്നിട്ട് നീ ഇതിപ്പോഴാണ് പറയണത്? ഇതിപ്പോൾ എന്താ അത്രമാത്രം പറയാൻ?
അച്ഛൻ ഫാമിലി ഡോക്ടറാണിപ്പോൾ എന്ത് പറയാനാ? എടി കണ്ടാൻ പൂച്ചേ, ഞാൻ നിന്നോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറയില്ലടി. എന്നിട്ട് നിന്റെ ഒരു ചെറിയ കാര്യം പോലും നിനക്ക് പറയാൻ വയ്യല്ലേ? ഓ ഇത് കടിക്കോ? നീ ഒന്ന് ക്ഷമിക്ക് പെണ്ണേ. ഇപ്പം എന്തായാലും അറിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താ വേണ്ടേ? ഓ എനിക്കൊന്നും വേണ്ട, എനിക്ക് 2 പപ്സ് വാങ്ങി തരണം ഇതിന് പകരം. 2 അതെന്താ, എനിക്ക് 2 ഇറങ്ങൂലേ? ആ വാങ്ങി തരാം. അപ്പോൾ ഓക്കെ ഗൈസ്, നല്ലപോലെ എഴുതും എല്ലാവരും. പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഗുഡ് ബൈ. എടി വാടി പോവാ. ഞാൻ എൻ്റെ ബാഗ് എടുക്കട്ടെ, അവിടെ നിൽക്കും. അല്ല ഇവളത് എവിടെ പോയി? ഓയ് സാറേ, അങ്ങനെ ഇങ്ങ് പോവല്ലേ. ആ ആരത്? അനന്യോ? എന്താണോ? സാറിങ്ങനെ കയ്യും വെച്ച് പോയാലെങ്ങനെയാ? ഞങ്ങൾ സാറ് 3 കൊല്ലം സഹിച്ചേന് ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിയെങ്കിലും തരണ്ടേ? ഓ മുതലെടുക്കുകയാണല്ലേ. ഓ എന്നിട്ട് ഈ തമ്പുരാട്ടിക്ക് എന്താണോ വേണ്ടത്? ഒരു കളർ സോഡയും പിന്നെ ഒരു ചിക്കൻ റോളും. ചേടാ ഇതെന്ത് കുറഞ്ഞോയല്ലോ, നമുക്ക് കുറച്ച് വലുത് പിടിക്കണ്ടേ? ഓ ഇപ്പം ഇത് മതി, നമ്മൾ വീണ്ടും കാണേണ്ടവരല്ലേ. അപ്പം ഞാൻ ചോദിച്ച് വാങ്ങിക്കോളുണ്ട്. ആ വീണ്ടും കാണൽ എന്തോ പന്തികോടുണ്ടല്ലോ. ആ സാറിന് തോന്നിണ്ടാവും. സാറ് വാ, എനിക്ക് വാങ്ങി തന്നിട്ട്. അനു. ഓ വന്നല്ലോ രണ്ടാമത്ത്. ഇനി തനിക്കെന്താ വേണ്ടത്? എന്ത്? എടി പൊട്ടി, സാറെന്തോ ട്രീറ്റ് തരാനുണ്ട്. അപ്പം എനിക്ക് തരുന്നുണ്ട്, നിനക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചതാ. ഓ ഞാൻ അറിയേണ്ട ട്രീറ്റ് കൊടുക്കാനൊക്കെ തുടങ്ങിയോ? എനിക്കും വേണം എന്നാല്. ഓ ഓ അപ്പോൾ ഇത് ഇനി ട്രീറ്റായി മാറിയില്ലേ? സാറ് നടക്ക്, നമുക്ക് പോവാം, വാ. നിൽക്കെൻ്റെ പെണ്ണെ, ഞാൻ ബാഗ് എടുത്ത് വരട്ടെ. ഓ ആയിക്കോട്ടെ, വേഗം വരണം, ഞങ്ങൾ പുറത്തുണ്ടാവും. അപ്പോൾ ഒക്കെ സെറ്റല്ലേ, നമുക്ക് പോയാലോ എന്നാൽ? സാറിതെങ്ങോട്ടാ? ക്യാൻറ്റീനിൽ വയ്ക്കല്ലേ? അതോ നല്ല ചിക്കൻ റോളും പപ്സൊക്കെ കിട്ടുന്ന നല്ലൊരു കട എനിക്കറിയാം. അപ്പം നമുക്ക് അവിടെ വരെ പോയി വരാം. അയ്യോ അതൊന്നും വേണ്ട, ഇവിടുന്ന് മതി. വേണമെങ്കിൽ എൻ്റെ ഒപ്പം പോന്നോ, അല്ലെങ്കിൽ പിന്നെ കിട്ടിയില്ലായിരുന്നു പിന്നെ ഒന്ന് വിളിക്കാൻ നിൽക്കുന്നത്. ആ ഓക്കെ വരാം. ഇവിടെ നമ്മൾ 3 പേരില്ലേ, എങ്ങനെ ഈ ബൈക്കിൽ? ഓ അങ്ങനെ പ്രശ്നമുണ്ടല്ലേ, അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചില്ല. എന്നാ വണ്ടി ഇവിടെ കിടക്കട്ടെ, അമ്പക്ക് 3 പോയി വരാം. എന്നിട്ട് ഞാൻ വണ്ടി എടുത്തോണ്ട് പിന്നെ വന്നിട്ട്. അത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടണോ? ഇവിടുന്ന് ഒരു ചിക്കൻ റോള് വാങ്ങിത്തരാനുള്ളതേ ഉള്ളൂ കേട്ടോ. എന്നാൽ ഈ ഇവിടുന്ന് ചിക്കൻ റോളും കഴിച്ച് നിന്നോ, ഞാനും ഇവളും പാടെ പോയി വരാം. എന്നാൽ പിന്നെ ഒരാൾ കുറഞ്ഞിട്ടില്ലോ, ബൈക്കിൽ പോവുകയും ചെയ്യാം. അമ്പട പുളുസു, ആ പൂതിങ്ങ് മനസ്സ് വെച്ചാൽ മതി. പോവുകയാണെങ്കിൽ ഞാനും വരും. എടി കുരുട്ടടത്തെ, ഞാൻ എൻ്റെ സാറാ, ആ ഒരു ബഹുമാനെങ്കിലും നിൽക്കി താടി. ആ കാര്യം ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. അത് സാരമില്ല, വാ പോവാം നമുക്ക് 4. എൻ്റെ കർത്താവേ, എന്നെ തിരിച്ചെത്തിച്ചേക്കണേ. ഈ 2 കൂടെയാണ് പോണത്. എന്തിനാടാ നിൻ്റെ മമ്മി ഇങ്ങോട്ട് വിളിപ്പിച്ച്? കർത്താവിനറിയാം, എനിക്കൊന്നും അറിയാൻ മേല. മമ്മി വരാൻ പറഞ്ഞു. ഓ എനിക്കറിയുന്ന ജയ്ഡൻ ഇത്രയും അൻസറിനുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. മമ്മിയൊക്കെ വിളിച്ചപ്പോഴേക്ക് ഇവിടെ എത്തിയോ? ഒന്ന് പോടായിരുന്നു, അല്ലെങ്കിലും ഞാൻ വരാൻ വേണ്ടി വിചാരിച്ചതാ. പിന്നെ മമ്മി ഇപ്പോൾ വിളിച്ചപ്പം ഒരു കാരണമായല്ലോ, അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോന്നു. അല്ലെങ്കിൽ ആ തള്ളക്കിയാൽ മതി. നിങ്ങൾ ഞാൻ കീഴിയും പമ്പും പോലെ നടന്നോ? ഇതൊക്കെ ഒരു രസമല്ലടാ കുട്ട. ആ ബെസ്റ്റ്. ഇവന്മാർ ഉറങ്ങിയോ? ആ അവന്മാർ ഉറങ്ങിക്കോട്ടെ, ഇതിൽ സമാധാനമുണ്ട്. അല്ലടാ ഇന്ന് രാത്രി നേരത്തെ പോര്, നമുക്ക് അവിടെ നിന്ന് അടിച്ചു കുളിക്കാം. അല്ലെങ്കിലും ഞാൻ വരേണ്ട, ആ പെട്ടിനെ പൊട്ടിച്ചാ ഒക്കത്തിൻ്റെ കയ്യും കാലും ഞാൻ വെട്ടിക്കാളും. അങ്ങയുടെ ആജ്ഞ പോലെ തമ്പ്ര. നീ സംസാരിച്ചിരിക്കാണ്ട് അവന്മാരെ വിളിച്ചേ. ഇതാ ഇവിടെ എത്തിയതാ, ഇനി എനിക്ക് പോവാനുള്ളതാ. എടാ മാത്തച്ച, എണീക്കടാ. ജാക്സാ, അലക്സേ, സ്ഥലത്തി. എത്തിയോ? ആ എത്തി. ഇറങ്ങ്. ഈ സെക്യൂരിറ്റി ഒന്ന് വന്നേ, ഈ ലഗേജൊക്കെ ഒന്ന് ഉള്ളിലേക്ക് എടുത്ത് വെക്ക്. ഓക്കെ സാർ. എന്നാൽ ശരിടാ, നമുക്ക് രാത്രി കാണാം. ആ ഓക്കെ. ബാടാ, ഇവിടുന്ന് ആരും ഇല്ലേ? തള്ളേ. കുരുത്തം കേട്ടവനെ, ആരെടാ നിന്നെ തള്ള? നിന്നെ മറ്റുള്ള പോയി വിളിക്കടാ. അത് ഹായ് എൻ്റെ മമ്മി. പോടാ ഇറക്കാർന്ന്. എത്ര കൊല്ലത്തിന് ശേഷം കണ്ട് കയറി വരണം പോലെ മമ്മിയെ കിമ്മി. അതുകൊണ്ടല്ലേ മമ്മി വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് ഓടി എത്തിയത്. ആ മതി. ആ നീ എന്നെ മാരണത്തിനോട് സഹിക്കാൻ വയ്യ, പിന്നെ നീ 3 പാടെ അങ്ങോട്ട് കെട്ടി വയ്ക്കണേനു. മമ്മി, ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. ആ എന്തായാലും വന്നില്ലേ, പോയി ഇനി ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ കലാപരിപാടികൾ തുടങ്ങാം. അതിനു മുമ്പേ എന്നാ കലാപരിപാടി തുടങ്ങിയിട്ട് കുളിച്ചാൽ പോരെ? ആ മമ്മി വേഗം പറ, എന്തിനാണ് വിളിപ്പിച്ചേ? അതിൻ്റെ ക്യൂരിയോസിറ്റിയിലാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. അവൻ്റെ ഒരു ക്യൂരിയോസിറ്റി. 4 പാടെ അവിടെ പോയിട്ട് എന്താണ് പരിപാടി കാണിച്ചത്? ഞാൻ ഒന്നും അറിയില്ല നിങ്ങളെ വിചാരം. എടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആ പാരത്തണ്ടി പണി വെച്ചിട്ടുണ്ടാകുന്നു. അവനെ വന്നിട്ട് കൊടുക്കടാ, നീ വാങ്ങിക്കോ. മമ്മി ഇതെന്തൊക്കെ വേണ്ട അതിനാ പറയണേ? ഞങ്ങളെന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? ഓ 4 അറിയില്ല, ഒക്കെ പാവങ്ങളാണേ. നിങ്ങൾ ഏതവനാണ് അവിടെ പോയി തല്ലിച്ചയച്ചത്? നിങ്ങളെന്താ ഗുണ്ടാപണിക്കാണ് അങ്ങോട്ട് പോയത്? എൻ്റെ ദൈവമേ, എനിക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടായതെന്നാൽ
ഇവിടെ നല്ലൊരു കമ്പനി നോക്കി നടത്താൻ പറഞ്ഞുകൊണ്ട് പറ്റൂല. അപ്പോൾ ഒന്ന് ലോകം ചുറ്റി കറങ്ങി നടക്കണം, എന്നിട്ട് തല്ലുണ്ടാക്കി നടക്കുക. ഇനി പെണ്ണ് കേസും കൂടി വന്നാൽ മതി നിങ്ങളെ പേരിൽ ഇനി. അത് മമ്മി ആ തല്ലോ അതൊന്നും ഓനൊന്നും പറ്റിയില്ലേന്. ഞങ്ങൾ വെറുതെ തൊട്ട് നോക്കിയതേ ഉള്ളൂ അവനെ. ഓ, തൊട്ടോണ്ടാവും അവൻ ICU കിടക്കണത് ഇപ്പം. അത് മമ്മി വെറുതെ ഒന്നുമല്ല, അവൻ്റെ ചൊറിച്ചിൽ സ്വഭാവം കൊണ്ട് അവന് കിട്ടിയതാ. പിന്നെ അവൻ ഞങ്ങളെ തന്തയ്ക്കും വിളിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് സഹിക്കൂ. എല്ലാവരുടെയും ചൊറിച്ചിൽ മാറ്റി കൊടുക്കാന്നുള്ള പണിയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് എൻ്റെ മക്കള്. എൻ്റെ പൊന്നു മമ്മി, മമ്മി പറഞ്ഞ പോലെ പെണ്ണ് കേസിലൊന്നുമല്ലല്ലോ പോയി പെട്ടത്, അടി ഉണ്ടാക്കുന്നതിലല്ലേ. അതും ഞങ്ങളെ ഭാഗത്താ ശരി, അവൻ്റെ ഭാഗത്ത് മുഴുവൻ തെറ്റാ. പിന്നെന്താ പ്രശ്നം അത്ര മാത്രം? അല്ലെങ്കിലും പണ്ട് മുതലേ നിനക്ക് ന്യായം ഉണ്ടല്ലോ എല്ലാത്തിനും. ഇനി ഞാൻ പറയണത് കേൾക്കുക. ഇനി മുതൽ പപ്പേനെ ഇവിടെ കമ്പനിക്ക് പോയിക്കോണ്ടു. മമ്മി എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇങ്ങോട്ടൊരു പറച്ചിലും ഇരിച്ചിലൊന്നും വേണ്ട. ഞാൻ പറയണത് കേൾക്കുക. മഴയ്ക്ക് പോയി ചേർന്നോളണം. അയ്യോ ഇതെന്തൊരു കഷ്ടമാണ്. എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഇല്ലേ, അവിടുത്തെ കമ്പനിയുള്ള മുഴുവൻ പണി നിനക്ക് തന്നാലല്ലോ. ആ കസാരയിലൊന്ന് പോയി ഇരുന്നാൽ നിനക്ക് എന്താ പ്രശ്നം? മമ്മി പേടിക്കണ്ട, അവൻ എന്തായാലും കയറും. ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ കയറ്റിക്കോളാം. മമ്മി പേടിക്കണ്ട, അതിനെപ്പറ്റി ചിന്തിച്ച് വേറീടാവേ വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. അവൻ കയറിയില്ലെങ്കിൽ 4 എണ്ണത്തിനും കൂടെ ഞാൻ ഇവിടുത്തെ അടുപ്പിൽ ഞാൻ കൊണ്ടിടും. എന്നെ അറിയാലൊക്കത്തിനും. ആയിക്കോട്ടെ, ഞാൻ കയറാം. പക്ഷേ എനിക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി കാണണം. അതുവരെ എനിക്ക് സമയം വേണം. ആയിക്കോട്ടെ, നീ ഇവിടെ കേരളത്തിൽ എവിടെ വേണമെങ്കിൽ ഇറങ്ങിക്കോ, അതെനിക്ക് പ്രശ്നമല്ല. പക്ഷെ കേരളം വിട്ട് ഒരു പരിപാടിക്ക് എൻ്റെ മോൻ നിൽക്കണ്ട. വല്ലാത്തൊരു തള്ളിയും. പണ്ടേ ഇതിനെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ചാൽ അതിനെ തന്തപ്പിടീനെ കൊണ്ട്. നീ എന്തേലും പറഞ്ഞോ? ഇവിടെ വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചതാ. അതിനെൻ്റെ 2 മക്കളും നിന്നെപ്പോലെ ഊര് തന്നെ ജീവിക്കല്ലോ, പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ പണിക്ക് പോയിണ്ടാവും. അവിടെ എനിക്ക് ടൂക്ക്. എന്തായാലും ഇവരെയും കൂട്ടി റൂമിലേക്ക് പോയിക്കോ. ഫ്രഷ് ആയിട്ടൊക്കെ താഴത്തേക്കാ ഫുഡ് എടുത്തേക്കാം. എന്നാ നിങ്ങൾ നിങ്ങളെ റൂമിലേക്ക് വിട്ടോ. ഹാവ്, വിചാരിച്ച പോലെ തല്ലൊന്നും ഉണ്ടായില്ല, ഭാഗ്യം. ഓ, ഇനി തമ്പുരാട്ടികൾക്ക് വേറെ എന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട, പോവാ നമുക്കിനി. എന്നാൽ നിങ്ങൾ പുറത്തേക്ക് ഇറക്കോ, ഞാൻ ബില്ലടിച്ച് വരാം. എന്നാൽ പോവാം. എന്നാ സാറേ, നിങ്ങൾ വിട്ടോ. എനിക്കിതാ ഇവിടെ നിന്നാൽ ബസ് കിട്ടും, നേരെ വീടിൻ്റെ മുമ്പിലെത്താം. പിന്നെ ഇവിടെ നിന്ന് വീട്ടിൽ കൊണ്ടായിക്കണേ. നിനക്ക് ഉറപ്പാണോടി ഇവിടെ ബസ് കിട്ടുമെന്ന്? അവിടെ എത്തുമോ? ബസ്സുണ്ട്, ഞാനൊരു വട്ടം ഇവിടെ നിന്ന് കയറിയിട്ടുണ്ട്. എന്നാൽ ശരി, സൂക്ഷിച്ചു പോയിക്കോ. ഞങ്ങൾ പോയി. എടി പൂച്ചേ, വീട്ടിലെത്തിയിട്ട് വിളിക്കിട്ടോ എന്നാൽ. ഞാൻ വിളിക്കണ്ട്. എന്നാൽ ശരി, ടാറ്റാ. എന്നാ പോവാം. കയറല്ലേ. ആദ്യം ഞാൻ ഈ ഹെൽമെറ്റ് ഒന്ന് വെച്ചേരട്ടെ. ഇപ്പോൾ ഓക്കെ, എന്നാൽ കയറിക്കോ. എന്നാ ശരിയടാ, താ വീട്ടിൽ കയറിക്കോ. സാറേ താങ്ക്സ്, പിന്നെ ഇവിടെ വരെ കൊണ്ടാക്കിയതിന്. പിന്നെ ചിക്കൻ റോളിനും. ഓ, ഞാൻ ആ ടാങ്ക്സ് സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ സാറേ നമ്പർ ഒന്ന് തരുമോ? പല ഡൗട്ടും ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ആയിക്കോട്ടെ, എന്നാ ഞാൻ ഫോൺ താ, ഞാൻ അടിച്ചുതരാം. എന്നാ ശരി, സൂക്ഷിച്ച് പോണേ. ബൈ. അങ്ങനെ അങ്ങേര് പോയി. ഓ എൻ്റെ പൊന്ന് ഹാട്ടെ, ഒന്ന് അടങ്ങി നിൽക്ക്. അങ്ങേരെ കാണുമ്പോൾ മാത്രം നീ എന്തിനെങ്ങനെ അടിക്കുന്നേ? ഓ, ഇനി ഇതെന്തിൻ്റെ സൈനാണോ? അങ്ങനെ ചിന്തിക്കേ ചെയ്യരുതനു. പുല്ല് മനുഷ്യനെ സമാധാനം കെടുത്താനായിട്ട് ഓരോന്നും വന്നോളും. എടാ, അവൻ വന്നെന്നാ തോന്നുന്നേ, സൗണ്ട് കേട്ടു. വേറെട്ട തെണ്ടി, ഞാൻ കാണിച്ചു കൊടുക്കണ്ടായിരുന്നു. ഡാ, നീ ഒന്നവിടെ നിന്നേ.